കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ 71ാമത്തെ ഓർമ്മ തിരുനാളിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. കോട്ടയം MCM യൂണിറ്റ് ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള ഒരു ആത്മീയയാത്ര ആരംഭിക്കുകയാണ്. ധന്യന്മാർ ഇവാനിയോസ് പിതാവ് ചെറുപ്പം തൊട്ടേ ദൈവാശ്രയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച ഒരു ആത്മീയ പിതാവാണ് നമുക്കറിയാം. പിതാവിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസേവനത്തെക്കാൾ അത്യുത്തമം ദൈവസമ്പാദനമാണ് എന്ന് മാർ ഇവാനിയോസ് പിതാവ് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത് കുട്ടിക്കാലത്ത് ലഭിച്ച നല്ല മനസ്സിന്റെ വലിയ ഓർമ്മപ്പെടുത്തലാണ്. ആ നല്ല മനസ്സ് രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ സഭയുടെ ചരിത്രം മാറ്റി എഴുതുവാൻ, മലങ്കര സഭയുടെ പുനരൈക്യ ശില്പി എന്ന ആ വലിയ നാമത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവിധം ധന്യന്മാർ ഇവാനിയോസ് പിതാവിന് സാധിച്ചത് ഈ ഒരു ദൈവ അനുഗ്രഹത്തിന്റെ ദൈവാനുഭവത്തിന്റെ നിമിഷമാണ്. മധ്യ തിരുവിതാംകൂറിലെ മാവേലിക്കര എന്ന പുരാതന പ്രദേശം, ഇവിടെ പുതിയകാവ് എന്ന സ്ഥലത്ത് പ്രസിദ്ധമായ മേടയിൽ പണിക്കരു വീട്ടിൽ കുടുംബത്തിലെ ശ്രീമാൻ തോമ പണിക്കരുടെയും അന്നമ്മ പണിക്കരുടെയും പ്രഥമ സന്താനമായി 1882 സെപ്റ്റംബർ 21 വ്യാഴാഴ്ച ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് പിതാവ് ഭൂജാതനായി. വന്യപിതാവിന് ജ്ഞാനസ്നാനവും മൂറോൻ അഭിഷേകവും നൽകിയത് പുതിയകാവ് യാക്കോബായ ദേവാലയത്തിൽ വെച്ച് ഋതു സഹോദരനായ ബഹുമാനപ്പെട്ട തരീത്ത് സ്കറിയ കത്തനാരാണ്. കളരി വിദ്യാഭ്യാസത്തിനു ശേഷം പ്രൈമറി പഠനത്തിനായി മാവേലിക്കരയിലെ CMS സ്കൂളിൽ ചേർന്നു. തുടർന്ന് മാവേലിക്കരയിലെ ഗവൺമെന്റ് സ്കൂളിലേക്ക് പഠനം മാറ്റി. ഈ പഠനകാലത്താണ് വന്യ പുലുക്കോട്ടിൽ മാർ ദിവന്യാസോസ് പിതാവിന്റെ പ്രിയഭാചനമാകുവാൻ വന്യപിതാവിന് അവസരം ലഭിച്ചത്. ഇത് വന്യപിതാവിന്റെ വൈദിക പരിശീലനത്തിലേക്ക് നയിച്ചു. പുലിക്കോട്ടിൽ മാർ ദിവന്യാസിയോസ് മെത്രാപ്പോലിത്തായുടെ നിർദ്ദേശമനുസരിച്ച് വന്യപിതാവ് കോട്ടയത്തെ MD സെമിനാരിയിൽ ചേർന്ന് പഠനം തുടർന്നു. ഹൈസ്കൂൾ പഠനത്തോടൊപ്പം വൈദിക പരിശീലനവും പൂർത്തിയാക്കിയ പിതാവ് കോട്ടയം CMS കോളേജിൽ നിന്ന് MA പരീക്ഷ പാസ്സായി. 1900 ജനുവരി 4 ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഡീക്കനായി അഭിഷേകം ചെയ്യപ്പെട്ട വന്യപിതാവ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ബിരുദ പഠനത്തിനായി ചേർന്നു. ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദം നേടിയ വന്യപിതാവ് 1907 അതേ കോളേജിൽ നിന്ന് തന്നെ ബിരുദാനന്തര ബിരുദവും നേടി. മദ്രാസിൽ നിന്ന് മടങ്ങിയെത്തിയ അദ്ദേഹം MD സെമിനാരി ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പളായി നിയമിതനായി. ഈ കാലയളവിൽ സഭയുടെ നവീകരണത്തിനായി അടിസ്ഥാന സഭാ കമ്മ്യൂണിറ്റികൾ സംഘടിപ്പിക്കുകയും ബൈബിൾ കൺവെൻഷനുകൾ ആരംഭിക്കുകയും ചെയ്തു. വന്യപിതാവ് കൂദാശകളുടെ ഷെമ്മാശൻ എന്ന പേരിൽ അറിയപ്പെട്ടു. സെപ്റ്റംബർ 15 വട്ടശ്ശേരിയിൽ മാർ ദിവന്നാസിയോസ് പിതാവിന്റെ തിരുകൈകളിൽ നിന്ന് PD വർഗീസ് എന്ന പേരിൽ വന്യപിതാവ് വൈദിക പട്ടം സ്വീകരിച്ചു. മലങ്കര സഭയിൽ MA ബിരുദം നേടിയ ആദ്യ വൈദികൻ ആകിയാൽ MA അച്ഛൻ എന്ന പേരിലൂടെ വന്യപിതാവ് അറിയപ്പെട്ടിരുന്നു. 1912 വട്ടശ്ശേരിയിൽ മാർ ദിവന്നാസിയോസ് പിതാവിന്റെ കൂടെ കൽക്കട്ടയിൽ ഒരു സമ്മേളനത്തിന് പങ്കെടുക്കാൻ വന്യപിതാവിന് അവസരം ലഭിച്ചു. കൽക്കട്ടയിലെ ജീവിതം കൂടുതൽ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി വന്യപിതാവ് മാറ്റിവെച്ചു. വിശുദ്ധ ബേസിലിന്റെ സന്യാസ ജീവിതത്തെ പറ്റിയുള്ള ദർശനങ്ങൾ വന്യപിതാവിനെ ഏറെ സ്വാധീനിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമവും രവീന്ദ്രനാഥ് ടാഗോറിന്റെ ശാന്തിനികേതനവും സന്ദർശിച്ച വന്യപിതാവിന് ഇന്ത്യൻ സന്യാസി സമൂഹത്തിന്റെ പുതിയ മൗനങ്ങൾ ദർശിക്കുവാൻ കഴിഞ്ഞു. വിശുദ്ധ ബേസിലിന്റെ സന്യാസ നിയമങ്ങൾ തന്റെ ജീവിത രീതിയായി അംഗീകരിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് വന്യപിതാവ് സെറാംപൂർ കോളേജിൽ നിന്ന് രാജിവെച്ചു. കൽക്കത്തയിൽ നിന്ന് മടങ്ങിയെത്തിയ വന്യപിതാവ് സഭയുടെ ഐക്യത്തിനും വളർച്ചയ്ക്കും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. 1919 ഓഗസ്റ്റ് 23 റാന്നി പെരുന്നാട് മുണ്ടൻ മലയിൽ ഒരു ബദനി ആശ്രമം സ്ഥാപിച്ചു. തന്റെ സുഹൃത്തായ ശ്രീ EJ ജോൺ സംഭാവന ചെയ്ത 100 ഏക്കറും സ്വന്തം പണം വാങ്ങിയ മറ്റു ചുറ്റുപാടുകളുമുള്ള അനേകം സ്ഥലങ്ങളും ബദനി ആശ്രമത്തിനുണ്ടായിരുന്നു. മലങ്കരയിലെ സുറിയാനി ക്രൈസ്തവർക്കിടയിലും വിജാതിയർക്കിടയിലും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തി ആധ്യാത്മികത വർദ്ധിപ്പിക്കുന്നതിന് പിതാവ് മുഖ്യ പങ്ക് വഹിച്ചു. ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തി സഭ നവീകരിക്കുന്നതിനും പ്രസിദ്ധീകരണങ്ങളിലൂടെ ആത്മീയത പ്രചരിപ്പിക്കുന്നതിനും ദേവാലയങ്ങൾ സ്ഥാപിക്കുന്നതിനും അനാഥശാല, വിദ്യാഭ്യാസ ശുശ്രൂഷ, പരോപകാര പ്രവർത്തികൾ എന്നിവ നടത്തുന്നതിനും റാന്നി പെരുന്നാട്ടിലെ ബദനീസ ആശ്രമത്തിൽ നിന്നുകൊണ്ട് വന്യപിതാവ് മുന്നിട്ടിറങ്ങി. 1919 ഓഗസ്റ്റ് 15 പുരുഷന്മാർക്കായി ബദനി മിശിഹ അനുകരണ സന്യാസ സമൂഹവും 1925 സെപ്റ്റംബർ 8
സ്ത്രീകൾക്കായി ബദനി സന്യാസിനി സമൂഹവും വന്യപിതാവ് സ്ഥാപിച്ചു. 1925 മെയ് മാസം 1-ാം തീയതി ബദനിയുടെ മെത്രാനായി അഭിമന്യ പിതാവ് അഭിഷിക്തനായി. മലങ്കര സുറിയാനി സഭയിൽ ബദനി സമൂഹങ്ങൾ പ്രകാശം വരുത്തിയെങ്കിലും സഭാ അന്തരീക്ഷം അസ്വസ്ഥമായി തന്നെ തുടർന്നു. മാറിയും മറിഞ്ഞു വന്ന കോടതി വിധികൾ മൂലം പുരാതനമായ ഏതെങ്കിലും ഒരു സഭയോട് ചെയ്യുവാൻ സഭാ അധികാരികൾ തീരുമാനിക്കുകയും അതിന്റെ ലക്ഷ്യപ്രാപ്തിക്കായി സഭാ സുനഹദോസ് വന്യപിതാവിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥ സഭ ഏതെന്ന അന്വേഷണത്തിലായിരുന്ന വന്യപിതാവിന് ഈ ചുമതല ഒരു ദൈവനിയോഗം തന്നെയായി. അന്വേഷണങ്ങളും പഠനങ്ങളുമെല്ലാം കത്തോലിക്ക സഭയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്രതീക്ഷിതമായി കോടതി വ്യവഹാരങ്ങളിൽ ലഭിച്ച അനുകൂല വിധി മൂലം ഐക്യചിന്തയിൽ നിന്നും പിന്മാറാൻ സഭാ അധികാരികളെ പ്രേരിപ്പിച്ചു. എന്നാൽ സത്യാന്വേഷകനായ വന്യപിതാവ് പിന്മാറാൻ തയ്യാറാകാതെ കത്തോലിക്ക സഭയുമായുള്ള പുനരേക ശ്രമങ്ങൾ തുടർന്നു. നിരന്തരമായ അന്വേഷണങ്ങളുടെയും പഠനങ്ങളുടെയും ഒടുവിൽ സത്യസഭ ഏതെന്ന് മനസ്സിലാക്കിയ വന്യപിതാവ് ഏറെ ആഗ്രഹത്തോടെ കത്തോലിക്ക സഭ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ തീരുമാനിച്ചു. ഒരു സമൂഹം ഒന്നുചേർന്ന് തുടങ്ങിയ പുനരേക്യ ശ്രമങ്ങൾ മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത് പോലെ ഞെരിഞ്ഞമർന്നു പോകാമായിരുന്നു. എന്നാൽ അബ്രഹാത്തെ പോലെ ദൈവം കാണിച്ചു കൊടുത്ത വഴിയിൽ നടന്ന വന്യപിതാവിന്റെ ശ്രമങ്ങൾക്ക് സ്വർഗം കൂടെ നിൽക്കുന്ന കാഴ്ചയായിരുന്നു കാലം കാത്തുവെച്ചിരുന്നത്. ഇതുവരെ സ്വന്തം പ്രയത്നത്താൽ താൻ നേടിയെടുത്ത സ്ഥാപക ജംഗമ വസ്തുക്കളെല്ലാം മുണ്ടൻമലയിൽ ഉപേക്ഷിച്ച് പുനരേക്യത്തിനായി വന്യപിതാവും അനുയായികളും 1930 ഓഗസ്റ്റ് 20 യാത്ര തിരിച്ചു. അന്ന് തന്നെ വെണ്ണിക്കുളത്ത് എത്തിച്ചേർന്നു. രാത്രി മേമല പ്രൈമറി ഹൈസ്കൂളിൽ താമസിച്ചു. പുനരേക്യ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണയും പ്രോത്സാഹനം നൽകിയ പ്രദേശമായിരുന്നു വെണ്ണിക്കുളം. സെപ്റ്റംബർ 11 വന്യപിതാവ് തന്റെ അനുയായികളുമൊത്ത് തിരുവല്ല തിരുമൂലപുരത്തു നിന്ന് കൊല്ലം തങ്കശ്ശേരി അരവിന്ദിലേക്ക് പുറപ്പെട്ടു. കൊല്ലം രൂപത അധ്യക്ഷൻ അഭിമന്യ ബെൻസിന്റെ പിതാവ് മറ്റുള്ളവരെ ചേർന്ന് അവരെ ആദരപൂർവ്വം സ്വീകരിച്ചു. 1930 സെപ്റ്റംബർ 20 വിജയമകുടം ചൊല്ലിയ ആ പുനരേക്യ ദിനം സമാഗതമാണ്. കൊല്ലം രൂപത അധ്യക്ഷൻ അഭിമന്യ ബെൻസിന്റെ പിതാവ് മറ്റു പിതാക്കന്മാരുടെയും വൈദികരുടെയും സാന്നിധ്യം അഭിമന്യ മാറിവനോസ് പിതാവ് തിയോഫിലോസ് പിതാവ് സത്യവാചകം ചൊല്ലുന്ന മലങ്കര കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്നു. ബഹുമാനപ്പെട്ട ജോൺ ഒയേസിയസ്, ബഹുമാനപ്പെട്ട അലക്സാണ്ടർ ഷമാശ, ബഹുമാനപ്പെട്ട കിളിയിലേക്ക് ചാക്കോ എന്നിവരും സത്യവാചകം ചൊല്ലുന്ന കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്നു. പിറ്റേ ദിവസം വന്യപിതാവിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 21 കൊല്ലം അരങ്ങന ചാക്കിൽ മലങ്കര നഗരത്തിൽ ദിവ്യബലി അർപ്പിക്കപ്പെട്ടു. കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ മലങ്കര സഭയ്ക്ക് ഒരു ആസ്ഥാനം ഉണ്ടാക്കാൻ വന്യപിതാവ് അഹോരാത്രം പരിശ്രമിച്ചു. ആദ്യകാലത്ത് വിളയമ്പലത്ത് വീട് വാടകയ്ക്കെടുത്താണ് വന്യപിതാവ് താമസിച്ചിരുന്നത്. 6 മാസത്തിന് ശേഷം പട്ടത്തുള്ള ശരണകുന്നിലേക്ക് വന്യപിതാവ് താമസം മാറ്റി. എന്നാൽ ദിവാൻ CPയുടെ നിഷ്കരണമായ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയെ തുടർന്ന് വന്യപിതാവ് കട്ടച്ചക്കോണത്ത് 10,000 രൂപയ്ക്ക് സ്ഥലം വാങ്ങി തന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു. ഒരു മലങ്കര പള്ളി പോലും ഇല്ലാതിരുന്ന കാലത്ത് വന്യപിതാവ് പാളയത്ത് ഒരു തിയേറ്റർ വാങ്ങി പ്രോ കത്തീഡ്രൽ പള്ളിയാക്കി മാറ്റി. പിന്നീട് വന്യപിതാവിന്റെ അക്ഷര പരിശ്രമ ഫലമായി മാറിവാനസ് കോളേജ്, പട്ടം സെന്റ് മേരീസ് ഹൈസ്കൂൾ എന്നീ വിദ്യാഭ്യാസ സാമൂഹിക സ്ഥാപനങ്ങൾ സ്ഥാപിതമായി. തിരുവനന്തപുരം അതിരൂപത ഇന്ന് മേജർ അതിരൂപതയായും സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായും സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസായും ഉയർത്തപ്പെട്ടു. ഇന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ആസ്ഥാനമായി കാതോലിക്കറ്റ് അരമന സ്ഥാപിച്ചിരിക്കുന്നത് ഈ നഗരത്തിലെ പിതാവിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് കത്തീഡ്രലിന് അടുത്താണ്. നിത്യനഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റോമിൽ പോകുവാൻ പരിശുദ്ധ പിതാവ് 11-ാം പിയൂസ് മാർപ്പാപ്പയെ സന്ദർശിക്കുവാൻ വന്യപിതാവിന് കഴിഞ്ഞു. ഈ യാത്രയിൽ പുനരേക്യ പ്രസ്ഥാനത്തിന് മലങ്കര സുറിയാനി ഹൈറാർക്കി അംഗീകാരം നേടിയെടുക്കുവാൻ മാർപ്പാപ്പയിൽ നിന്ന് പാലയം സ്വീകരിക്കാൻ വന്യപിതാവ് കഴിഞ്ഞു. 1932 ഏപ്രിൽ 4-ാം തീയതി വന്യപിതാവ് ബോംബെയിൽ നിന്നും കപ്പൽ യാത്ര പുറപ്പെട്ടു. തുടർന്ന് ഏപ്രിൽ 12-ാം തീയതി റോമിൽ സസുഖം എത്തിച്ചേർന്നു. റോമിലെ 3 ആഴ്ച കാലത്ത് താമസത്തിനിടെ വന്യപിതാവിന് അനേകം ദേവാലയങ്ങളും സർവകലാശാലകളും എന്നിവയിൽ കർദിനാളന്മാർ, മെത്രാന്മാർ, രാഷ്ട്ര നേതാക്കന്മാരെ സന്ദർശിക്കാൻ ഇടയായി.
1932 ജൂൺ 11 അപ്പസ്തോലിക ഭരണഘടന ക്രിസ്തോ പാസ്തോറം പ്രിൻസിപ്പി പ്രകാരം 11-ാം പിയൂസ് മാർപ്പാപ്പ സീറോ മലങ്കര അധികാര ശ്രേണി സ്ഥാപിച്ചു. അങ്ങനെ 1932 ജൂൺ 11 സീറോ മലങ്കര കത്തോലിക്ക സഭ ഔപചാരികമായി നിലവിൽ വന്നു. 1933 മെയ് 11 തിരുവനന്തപുരം അതിരൂപതയായി ഉയർത്തപ്പെടുകയും അഭിമന്യ പിതാവ് ആദ്യത്തെ ആർച്ച് ബിഷപ്പായി നിയമിതനാവുകയും ചെയ്തു. 1933 നവംബർ 6 തിരുവല്ല രൂപത ഉദ്ഘാടനം ചെയ്യപ്പെടുകയും അതിന്റെ പ്രഥമ മെത്രാനായി അഭിമന്യ മാർ തെയോഫിലോസ് തിരുമേനി നിയമിതനാവുകയും ചെയ്തു. അഭിമന്യ പിതാവിന്റെ കത്തോലിക്ക സഭയുമായുള്ള പുനഃസംഗമം ഓർത്തഡോക്സ് സഭയിലെ ബിഷപ്പ്മാർ ഉൾപ്പെടെ മലങ്കര സഭയിലെ വിശ്വാസികൾക്ക് പ്രചോദനമായി മാറി. അഭിമന്യ ജോസഫ് മാർ സേവേറിയോസ് തിരുമേനിയും 1939 നവംബർ 12 അഭിമന്യ തോമസ് മാർ ദിയസ്കാരോസ് തിരുമേനിയും മലങ്കര കത്തോലിക്ക സഭയിലേക്ക് കടന്നു. 1947 മെയ് 26 വന്യപിതാവ് അമേരിക്കൻ സന്ദർശനത്തിനായി യാത്ര തിരിച്ചു. മദ്രാസ് ബോംബെ വഴി ന്യൂയോർക്കിലെത്തി. കർദിനാൾ സ്പെൽമാൻ തിരുമേനിയുടെ അതിഥിയായി താമസിച്ചു. 1947 ജൂൺ 12 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ കാനഡയിലെ ഒട്ടോവയിലെ മരിയൻ കോൺഗ്രസ് സന്ദർശിക്കുകയും അവിടെ മലങ്കര റീത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും പിതാവിന് കഴിഞ്ഞു. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാനെ സന്ദർശിക്കുവാനും UNO സന്ദർശിക്കുവാനും നിരവധി ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാനും വന്യപിതാവിന് സാധിച്ചു. അമേരിക്കയിലെ വിവിധ സമ്മേളനങ്ങൾക്കും സന്ദർശനങ്ങൾക്കും വന്യപിതാവ് ക്ഷണിക്കപ്പെട്ടു. സാൻ ഫ്രാൻസിസ്കോ യൂണിവേഴ്സിറ്റി LLD ബിരുദം നൽകി വന്യപിതാവിനെ ആദരിച്ചു. അമേരിക്കൻ ഐക്യനാടുകളിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിക്കുവാനും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും ഈ യാത്രയിൽ വന്യപിതാവിന് സാധിച്ചു. അമേരിക്ക സന്ദർശനത്തെ തുടർന്ന് 1948 ഏപ്രിൽ 27 വന്യപിതാവ് ഓസ്ട്രേലിയയിലേക്ക് യാത്ര തിരിച്ചു. ഓസ്ട്രേലിയയിലെ മെൽബൺ അതിരൂപതയുടെ ശതവാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി ആർച്ച് ബിഷപ്പ് അഭിമന്യ ഡാനിയൽ പാട്രിക് മാനിക്സ് തിരുമേനിയുടെ പ്രത്യേക ക്ഷണപ്രകാരമായിരുന്നു ഈ യാത്ര. മെൽബണിൽ വൻപിച്ച സ്വീകരണമാണ് വന്യപിതാവിന് ലഭിച്ചത്. മെൽബൺ അതിരൂപതയുടെ ശതവാർഷികത്തിൽ വിവിധ സമ്മേളനങ്ങളിലും ദിവ്യബലിയിലും വന്യപിതാവ് പങ്കുകൊണ്ടു. കാൻബറയിൽ വന്യപിതാവിന് വേണ്ടി നടത്തപ്പെട്ട വിരുന്ന് യോഗത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പങ്കെടുത്തു. 1948 ജൂൺ 8 വന്യപിതാവ് ഇന്ത്യയിലേക്ക് മടങ്ങി. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും നിരവധി ആളുകൾ ഈ കാലയളവിൽ മലങ്കര കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്നു. അങ്ങനെ സഭ വളർന്നു. വന്യപിതാവിന്റെ അക്ഷീണ പരിശ്രമത്താൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലങ്കര കത്തോലിക്ക കൂട്ടായ്മകൾ രൂപപ്പെട്ടു. തന്റെ ജീവിതത്തിലെ വിശ്രമമില്ലാത്ത പ്രവർത്തനം കാരണം 1952 വന്യപിതാവ് രോഗബാധിതനായി. തന്റെ ഭൗമിക ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ പിതാവ് തന്റെ പിൻഗാമിയായി മാർ ഇവാനിയോസ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന ബെനഡിക്ട് OASHനെ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ 1953 ജനുവരി 29 മെത്രാനെ വാഴിച്ചു. 1953 ജൂലൈ ആയപ്പോഴേക്കും പിതാവിന്റെ രോഗം വളരെയധികം മൂർച്ഛിച്ചിരുന്നു. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള അനേകം പ്രമുഖർ വന്യപിതാവിനെ സന്ദർശിക്കാനെത്തി. 1953 ജൂലൈ 15 അർദ്ധരാത്രിയോടെ വന്യപിതാവ് തന്റെ ഈ ലോകത്തിലെ വേല തികച്ച് സ്വർഗീയ പിതാവിന്റെ തൃക്കരങ്ങളിൽ തന്റെ ആത്മാവിനെ സമർപ്പിച്ചു. സങ്കടകരമായ ഈ വാർത്ത കേട്ടുകൊണ്ടായിരുന്നു ജൂലൈ 16 രാവിലെ തിരുവനന്തപുരം പട്ടണം ഉണർന്നത്. മൃതദേഹം വെച്ചിരുന്ന പാളയം പ്രോ കത്തീഡ്രലിലേക്ക് ജനം ഒഴുകിയെത്തി. ജൂലൈ 17 രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വൻപിച്ച ജനാവലിയുടെ അകമ്പടിയോടെ മൃതദേഹം വിലാപയാത്രയായി പട്ടം കത്തീഡ്രലിലേക്ക് കൊണ്ടുപോയി. അന്ത്യോക്യൻ ആചാരമനുസരിച്ച് ഇരിക്കുന്ന ഭാവത്തിൽ മൃതദേഹം അവിടെ സംസ്കരിച്ചു. വന്ധ്യപിതാവ് ദൈവത്തോടും മനുഷ്യനോടുമുള്ള തന്റെ ഭക്തിയെ അഗാധമായി ബഹുമാനിച്ചിരുന്നു. പ്രാർത്ഥനാ ജീവിതം, കരിസ്മാറ്റിക് വ്യക്തിത്വം, സന്യാസ ശുശ്രൂഷ, വിശാലമായ കാഴ്ചപ്പാട്, സമാധാനത്തിനും മനുഷ്യക്ഷേമത്തിനും വേണ്ടിയുള്ള അസാന്ദ്ര പരിശ്രമം എന്നിവയിലൂടെ പതിനായിരങ്ങളെ പ്രചോദിപ്പിച്ച അനുഗ്രഹീത ആത്മാവായിരുന്നു വന്ധ്യപിതാവ്. എല്ലാ വർഷവും ജൂലൈ 10 മുതൽ 15 വരെ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തീർത്ഥാടന പദയാത്ര സഭയുടെ യുവജന പ്രസ്ഥാനമായ MCVയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. ദിവസേന 100 കണക്കിന് ആളുകൾ വന്ധ്യപിതാവിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ആ കബറിടത്തിലെത്തി പ്രാർത്ഥനാ സഹായങ്ങൾ യാചിക്കുന്നു. 2007 ജൂലൈ 15 മലങ്കര സഭയുടെ പരിശുദ്ധ സൂനകദോസ് വന്ധ്യപിതാവിനെ ദേവദാസൻ പദവിയിലേക്ക് ഉയർത്തി. പരിശുദ്ധ പിതാവിന്റെ നാമകരണ നടപടികളുടെ ഭാഗമായി 2024 മാർച്ച് 14 ഫ്രാൻസിസ് മാർപ്പാപ്പ വന്ധ്യപിതാവിനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തി.
ഇനിയുമൊരോർമ്മ തിരുനാൾ ഗോതമ്പുമണിയായി മണ്ണിൽ വീണൊരു പുണ്യവാന്റെ തിരുനാൾ ഓർമ്മ പെരുന്നാൾ ഇനിയുമൊരോർമ്മ തിരുനാൾ ഗോതമ്പുമണിയായി മണ്ണിൽ വീണൊരു പുണ്യവാന്റെ തിരുനാൾ ഇതെത്രയോ ഭാഗ്യം എത്രയോ യോഗ്യം മലങ്കരയുടെ മായാത്ത പുണ്യം കഥയല്ലിത് പതികന്റെ വ്യതമാറിയ ചരിതം